സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കൂടി ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. ഈ സമയം വരുൺ ചോദിക്കുക, സദ്യക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ആരെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത്? അന്നേരം ദേവൻ പറയണേ, ഇതെന്ത് ചോദ്യ, ഇതൊക്കെ എല്ലാം മോളുണ്ടാക്കിയതാ. അപ്പം തന്നെ മുത്തശ്ശി പറയണേ, അതെ അതെ, എല്ലാം പ്രിയങ്ക മോളാണ് ഉണ്ടാക്കിയത്, അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കുറച്ച് സമയം മതി. അല്ല അമ്മേ എന്ന് പറഞ്ഞ് ദേവൻ പറയാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി പറയണേ, അതേന്നേ, പ്രിയങ്ക മോള് തന്നെയാണ് ഉണ്ടാക്കിയത്. ഈ സമയം പുറത്ത് രാധിക നിൽക്കുന്നുണ്ടാവും. രാധിക അങ്ങനെ ഇവരുടെ സംസാരമൊക്കെ കേൾക്കുവാണ്ടോ. അന്നേരം മുത്തശ്ശി വരണേ, അല്ലെങ്കിലും ഭക്ഷണ കാര്യത്തിൽ എൻ്റെ പ്രിയങ്കമോളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല, അത്രയ്ക്ക് കൈപ്പുണ്യം. ഒരു പെണ്ണിനെ സംബന്ധിച്ചോളം അവളുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ കൈപ്പുണ്യം കാരണമുള്ളൂ എല്ലാവരുടെയും മനസ്സിലേക്ക് കയറി പറ്റാൻ പറ്റുന്നത്. ഈ സമയം യശോദ ചോദിക്കുന്നുണ്ട്, അല്ല രാത്രിത്തേക്ക് മോനെന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണോ? വേണ്ട, ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇറങ്ങും. അതേക്കും മുത്തശ്ശി വരണേ, അത് തന്നെയാണ് നല്ലത്. അന്നേരം ദേവി ചോദിക്കണേ, അമ്മി എന്തൊക്കെയാണ് പറയുന്നത്? അയ്യോ അതല്ല, ഞാൻ ഈ ഭക്ഷണം നല്ലതാണെന്ന് പറഞ്ഞതാ. ഈ സമയം ദേവൻ ചോദിക്കണേ, അല്ല മോനെ, ഇന്നൊരു ദിവസം ഇവിടെ തങ്ങിയിട്ട് പോക്കൂടെ? വേണ്ടച്ച, എനിക്ക് വീട്ടിലേക്ക് പോകണം, കുറച്ച് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സമയം പ്രിയങ്ക പറയണേ, അല്ലെങ്കിലും വിദേശത്തൊക്കെ ആയിരുന്നപ്പോൾ വരുണിൻ്റെ വീട്ടിലുള്ള എല്ലാവരും മിസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കണിമംഗലത്ത് വന്നു കഴിഞ്ഞാൽ വരുണിൻ്റെ സ്വന്തം മുറി കിടന്നാൽ ഉറക്കം വരുവുള്ളെന്നാണ് മുത്തശ്ശിയൊക്കെ പറയാറ്. അന്നേരം മുത്തശ്ശി പറയണേ, പ്രിയങ്ക മോള് വരുൺ മോനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിരിക്കുക. അന്നേരം വരുൺ പറയണേ, ശരിയാ, ഇയാൾക്ക് എന്നെക്കുറിച്ച് എല്ലാം അറിയാം, എനിക്കും പ്രിയങ്കയെ നല്ലപോലെ അറിയാം. എന്താണെങ്കിലും ഇനി മോൻ ഇടക്കിടക്കൊക്കെ പ്രിയങ്ക മോളുടെ ഒപ്പം ഇവിടെ വരണം. ശരി അച്ഛാ. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യനെ കേട്ടോ. ഐശ്വര്യയാണെങ്കിൽ സോണിയനെയും കാത്തവിടെ ഇരിക്കുമായിരിക്കും. ഈ സമയം കോളിംഗ് ബെൽ അടിക്കുവാണ്. അങ്ങനെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ സോണിയായിരിക്കും. അന്നേരം ഐശ്വര്യ ചോദിക്കണേ, എവിടെയായിരുന്നു? വരാൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞല്ലോ, എന്തു പറ്റി ഇത്രയും ലേറ്റ് ആയത്? അന്നേരം സോണിയ പറഞ്ഞേ, അത് പിന്നെ മാഡം, എൻ്റെ കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയം ഐശ്വര്യ ചോദിക്കണേ, എന്തായി? ഷാമയുടെ മകളെ കണ്ടോ? അവൾ തന്നെയാണെന്ന് ഉറപ്പിച്ചില്ലേ? അന്നേരം സോണിയ പറയണേ, മാഡം, ഞാൻ കണിമംഗലത്ത് ചെന്നിരുന്നു. ദേവനാരായണ തിരുമേനിയുടെ മകളായ പ്രിയങ്കയെ കാണുകയും ചെയ്തു. പക്ഷേ ആ പെൺകുട്ടിക്ക് ശ്യാമ മേഡവുമായിട്ട് ഒരു ചായവും ഇല്ല മാഡം. താൻ എന്തൊക്കെയാണ് പറയുന്നത്? അതെ മാഡം, ഞാൻ പറയുന്നത് സത്യമോ? ആരോഗ്യ സെൻസസ് എടുക്കാനെന്നുള്ള വ്യാജേനയാണ് ഞാനവിടെ കയറി പറ്റിയത്. കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. ആ പെൺകുട്ടിയെ നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ആ കുട്ടിക്ക് ശ്യാമ മാഡത്തിൻ്റെ ഒരു ചായവും ഇല്ല. എനിക്ക് തോന്നുന്നത് മാഡത്തിന് എന്തൊരു തെറ്റുപറ്റിയതെന്നാ. വലിയ വലിയ ആൾക്കാരെ കുറിച്ച് ആൾക്കാർ ഓരോ ഗോസിപ്പ് ഇറക്കുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ശരിക്കും അതേപോലെ ചെയ്യാനുള്ളൊരു പെൺകുട്ടി എന്താവില്ലായിരിക്കും. ഈ സമയം ഐശ്വര്യ പറയണേ, താൻ എന്തായി പറയുന്നത്? ഇതേ ആര് പറഞ്ഞു കേട്ടത് കൊണ്ട് മാത്രമല്ല ഞാനിതിൻ്റെ പിന്നാലെ നടക്കുന്നത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ്. ആ പെൺകുട്ടിയെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്താണെങ്കിലും ഈ ദേവനാരായണൻ തിരുമേനിയുടെ മകൾ പ്രിയങ്ക, അവളുമായിട്ട് ആ പെണ്ണിന് എന്തോ ഒരു ബന്ധമുണ്ട്. എനിക്ക് ആ പ്രിയങ്കയെ നേരിട്ടൊന്ന് കാണണം, അവളോട് നേരിട്ട് തന്നെ സംസാരിക്കണം. എന്താണെങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള സത്യം എനിക്ക് കണ്ടെത്തിയേ പറ്റൂ. അല്ല മാഡം, ഞാൻ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാഡം എന്നെ വിളിച്ചാൽ മതി. ശരി, സോണിയ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിച്ചോളാം. ആ പെൺകുട്ടിയെ കണ്ടെത്താൻ വൈകുന്തോറും അപകടമാണ്. എത്രയും പെട്ടെന്ന് എനിക്കിതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. പിന്നീട് കാണിക്കുന്നത് റൂമിലെ വീഡിയോ കാണുന്ന പ്രിയങ്കേനെയാണ് കേട്ടോ. ഈ സമയം വരുൺ റൂമിലേക്ക് എത്തുവാണ്. അങ്ങനെ പ്രിയങ്കേൻ്റെ അരികെ വന്നിരിക്കുക. പ്രിയങ്കയെ അത് കാണുമ്പോൾ തന്നെ പ്രിയങ്കയ്ക്ക് സന്തോഷമാകുക. വരുൺ, എനിക്കറിയായിരുന്നു വരുൺ എന്തെങ്കിലും ഒരിക്കൽ ഇതുപോലെ എന്നെ സ്നേഹിച്ച് എൻ്റെ അടുത്ത് വന്നിരിക്കുമെന്ന്. മുത്തശ്ശി പറഞ്ഞിരുന്നു, വീട്ടിൽ പോയി വന്നു കഴിയുമ്പോൾ വരുണിൻ്റെ പെരുമാറ്റത്തിലൊക്കെ മാറ്റം ഉണ്ടാകുമെന്ന്, വരുൺ എന്നെ സ്നേഹിച്ചു തുടങ്ങുമെന്ന്. എന്താ വരുണിന് പറയാനുള്ളത്? അന്നേരം വരുൺ പറയണേ, അതെ, വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. അത് പറയാനാണ് തൻ്റെ അരികെ വന്നത്. എനിക്ക് തന്നെ ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ടാവില്ല. വരുൺ എന്തൊക്കെയാണ് പറയുന്നത്? അതെ, ഞാൻ പറയുന്നത് കാര്യമായിട്ടാ. എനിക്ക് തന്നെ ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് താൻ ഇനിയും ഈ വീട്ടിൽ കഷ്ടപ്പെട്ട് നിൽക്കണമെന്ന് ഞാൻ പറയില്ല. എൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ കൂടെ മാത്രമേ ജീവിക്കൂ. അവളെ ഞാൻ അധികം വൈകാതെ തന്നെ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. അതിനു മുമ്പ് താൻ ഇറങ്ങിപ്പോകുന്നതാണ് തനിക്ക് നല്ലത്. അന്നേരം പ്രിയങ്ക പറയണേ, ശരി, വരുണിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകാം. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നതെന്ന് ഇവിടെയുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് മറുപടി പറയും? വരുണിന് പറയാൻ പറ്റുമോ വരുൺ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന്? പറ്റും, എൻ്റെ ഇഷ്ടക്കേട് ഞാൻ ആരുടെ മുമ്പിലും തുറന്നു പറഞ്ഞിരിക്കും. പകരം താൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി തന്നാൽ മാത്രം മതി. അന്നേരം പ്രിയങ്ക പറയണേ, ശരി, വരുണിന് ഇഷ്ടമല്ലാതെ ഞാൻ എന്തിനാ ഈ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ഞാൻ പോകാം, പക്ഷേ ഞാനങ്ങനെ വെറുതെ ഒന്നും പോകില്ല. വരുണിന് മനസ്സിൽ ഏതൊരു പെൺകുട്ടിയുണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ല, ആരാ പെൺകുട്ടി? അതൊക്കെ ഞാൻ സമയമാകുമ്പോൾ കാണിച്ചു തരാം. താൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അവളെ ഞാൻ പരിചയപ്പെടുത്തും, തനിക്ക് മാത്രമല്ല ഈ ലോകത്തിന് മുഴുവനും. ശരി, ആയിക്കോട്ടെ. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ വരുണിന് വരേണ്ട സ്വപ്ന ജീവിതം കിട്ടും. പക്ഷേ എനിക്കെന്താ കിട്ടാൻ പോകുന്നത്? ഞാനേ ഒരു ദരിദ്രനായ അമ്പലത്തിൽ തിരുമേനിയുടെ മകളാ. എനിക്ക് ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള പണം വരുൺ എനിക്ക് തരുമോ? തരാം, എത്ര പണം വേണമെങ്കിലും തരാം. തനിക്ക് എത്രയാണ് വേണ്ടത്? അന്നേരം പ്രിയങ്ക പറയണേ, ഈ കണിമംഗല സ്വത്തിൻ്റെ ഒരംശം. ഞാൻ വരുണിനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ, സിനിമയാണ് എൻ്റെ ആഗ്രഹം. സിനിമയിൽ അഭിനയിച്ച് വലിയൊരു നടിയായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം.
അതിനു വേണ്ടിയുള്ള പണം വരൻ എനിക്ക് തരണം. അങ്ങനെ തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വരൻ്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണ സംഭവത്തോടെ പൊക്കോളാം. നാളെ എങ്കിൽ നാളെ തന്നെ. സത്യമാണോ നീ പറയുന്നത്? അതെ, സത്യമാണ്. ശരി, നിനക്ക് ആവശ്യമുള്ള പണം നാളെ തന്നെ ഞാൻ തന്നിരിക്കും. നീ നാളെ തന്നെ ഇവിടുന്ന് പോകണം. ശരി, ഞാൻ പൊക്കോളാം. വരുണിനി വാക്കുമാറില്ലല്ലോ, ഉറപ്പല്ലേ? അതെ, കണിമംഗലത്തെ വരുൺ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ ഒരു കാരണവശാലും പിന്നോട്ട് പോയില്ല. ഞാൻ എൻ്റെ വാക്ക് ഒരിക്കലും മാറ്റില്ല. എന്താ, തനിക്കെന്നെ വിശ്വാസമില്ലേ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് വരുന്ന വിശ്വാസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈകൊടുത്ത് പിരിയാം. വരൻ്റെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് ഇനി ഞാൻ ഒരിക്കലും ഉണ്ടാവില്ല. നാളെ തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പൊക്കോളാം. അങ്ങനെ വരുണും പ്രിയങ്കയും തമ്മിൽ കൈ കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം വരുൺ പറയണേ, എന്താണെങ്കിലും നമ്മുടെ ആദ്യ രാത്രി നടന്നില്ലെങ്കിലും അവസാന രാത്രി നടന്നല്ലോ. അപ്പോൾ ഓക്കെ, അങ്ങനെ പറഞ്ഞ് വരുൺ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം പ്രിയങ്ക പൈസയൊക്കെ കിട്ടുന്ന സന്തോഷത്തിൽ സിനിമാ നടിയാകാം എന്നുള്ള മോഹമായിട്ട് സന്തോഷിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാധികനെയാണ്. രാധിക അവിടെ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഭഗവാനെ, എന്തിനാ അദ്ദേഹത്തെ വീണ്ടും എൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്? അകലാൻ ശ്രമിക്കുന്നവരും വീണ്ടും വീണ്ടും വരുണുമായിട്ട് എന്നെ കൂടുതൽ അടുപ്പിക്കുന്നത് എന്തിനാ? ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചതല്ലേ വരുണിനെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയണമെന്ന്. പക്ഷേ അത് നീ ചെയ്തില്ല. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക, വരുണിൻ്റെ മനസ്സിൽ നിന്ന് എന്നെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം മായ്ക്കണേ. വരുൺ എന്നെ മറക്കണം. അന്നേരം കൃഷ്ണൻ രാധികയോട് പറയണേണ്, കണ്ണൻ രാധയുടെ അരികിൽ തന്നെയല്ലേ എത്തിച്ചേരേണ്ടത്. അങ്ങനെ ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ രാധിക അങ്ങ് ചുറ്റും നോക്കുക. ഭഗവാന്റെ ഇഷ്ടം അതാണെന്ന് രാധിക തിരിച്ചറിയുവാണ് കേട്ടോ. അങ്ങനെ രാധിക അത് കേട്ട് സങ്കടത്തോടെ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ പ്രിയങ്ക ബാഗൊക്കെ എടുത്ത് റെഡിയാകുവാണ് കേട്ടോ. ബാഗിലെ ഡ്രസ്സുകളും മറ്റും എടുത്തു വെക്കുക. എന്നിട്ട് മുത്തശ്ശിയും അമ്മയും കൊടുത്ത കണിമക്കളെ വീട്ടിലെ ആഭരണപ്പെട്ടിയുണ്ടല്ലോ, അതിങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുക. വരൻ എനിക്ക് എന്താണെങ്കിലും പണം തരും, പക്ഷെ എന്നാലും ഇതും എനിക്ക് അവകാശപ്പെട്ടത് തന്നെയല്ലേ. ഞാനിവിടെ അഭിനയിച്ചതിൻ്റെ കൂലിയായിട്ട് ഈ സ്വർണ്ണാഭരണങ്ങൾ കൂടി എനിക്ക് വേണം. അങ്ങനെ പറഞ്ഞ് ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം ബാഗിലെടുത്തുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. പെട്ടെന്നാണ് പ്രിയങ്ക മോളിൽ നിന്ന് വിളിച്ച് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ മുത്തശ്ശിയുടെ ശബ്ദം കേൾക്കുന്നതും ബാഗൊക്കെ എല്ലാം കട്ടിലിൻ്റെ അടിയിലേക്ക് ഒളിപ്പിച്ച് വെക്കുക. അന്നേരം മുത്തശ്ശി എന്നിട്ട് ചോദിക്കണേ, മോളെ എന്തു പറ്റി? ഒന്നുമില്ല മുത്തശ്ശി. അല്ല മോളെ, വരൻ എങ്ങനെയുണ്ട്? നിന്നോടിപ്പുള്ള പെരുമാറ്റത്തിലൊക്കെ മാറ്റമുണ്ടോ? അവൻ നിന്നെ സ്നേഹിക്കാനൊക്കെ തുടങ്ങിയോ? അതേ മുത്തശ്ശി, വീട്ടിൽ പോയതിനു ശേഷം നല്ല മാറ്റമുണ്ട്. അന്നേരം മുത്തശ്ശി പറയണേ, ഞാൻ പറഞ്ഞില്ലേ അവനങ്ങനെ ആരെയും വിഷമിപ്പിക്കാനൊന്നും പറ്റില്ല. അവനാളൊരു പഞ്ചഭാവോ. നോക്കിക്കോ, അധികം വൈകാതെ നിങ്ങൾ തമ്മിൽ കൂടുതൽ സ്നേഹത്തിലാവും. ഈ സമയം പ്രിയങ്ക ചോദിക്കണേ, അല്ല മുത്തശ്ശിത് എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണോ? അല്ല, എന്താ മോൾ അങ്ങനെ ചോദിച്ചത്? അല്ല മുത്തശ്ശ, ഈ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ചോദിച്ചതാ. ഒന്ന് മോളെ, ഇത് ഞാൻ എപ്പോഴും ഇടുന്ന സാധനങ്ങളൊക്കെ തന്നെയല്ലേ. അന്നേരം പ്രിയങ്ക പറഞ്ഞേ, അത് ശരിയാ, എന്നാലും ഞങ്ങളൊക്കെ എത്ര നേരം കണ്ണാടിൻ്റെ മുമ്പിൽ ഒരുങ്ങിയിട്ടാണെന്നോ ഇതുപോലെ ഒന്ന് സുന്ദരിയാവുന്നത്. എന്നാ മുത്തശ്ശി ചുമ്മാ അങ്ങ് വന്നിരുന്നാലും എന്തൊരു സൗന്ദര്യം. അതൊക്കെ കേട്ട് മുത്തശ്ശിക്കാകെ നാണം വരുവാ. ഒന്ന് മോളെ, വരുണു ഇങ്ങനെയാ എന്നെ ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കും. അന്നേരം പ്രിയങ്ക പറഞ്ഞേ, ഞാൻ കളിയാക്കിയതൊന്നുമല്ല, ഞാൻ കാര്യം തന്നെയാണ് പറഞ്ഞത്. ശരി ശരി. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി പുറത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക വേഗം തന്നെ വാതിലടക്കുവാണ്. നാശം പിടിച്ചതല്ല, എന്തെങ്കിലും ചെയ്യാൻ നോക്കി അപ്പോഴേക്ക് ഇടയ്ക്ക് വന്നോളും. അങ്ങനെ പറഞ്ഞ് അവിടെ ബാഗൊക്കെ റെഡിയാക്കി വെക്കുക. നാളെ മുതൽ ഞാൻ ലോകം അറിയപ്പെടാൻ പോകുന്നൊരു സിനിമാ നടിയാകാൻ പോകുക. എൻ്റെ പ്രതീക്ഷകളെല്ലാം നടക്കാൻ പോകുക എന്ന് പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് രാധിക റെഡിയായിട്ട് റൂമിലിരിക്കുക. ഈശ്വര, വരുൺ പറഞ്ഞ സമയമാകാറായി. വരുൺ പറഞ്ഞെടുത്ത് ചെന്നില്ലെങ്കിൽ വരുൺ ഇന്നലെ പറഞ്ഞതുപോലെ എന്തെങ്കിലും അവിവേകം കാണിക്കുമോ? എന്താ ഞാൻ ചെയ്യേണ്ടത്? അങ്ങോട്ട് പോകണോ? പോയാൽ കൂടുതൽ പ്രശ്നമാവില്ല. പക്ഷേ ഞാൻ പോവാതിരുന്ന വരുൺ പറഞ്ഞതുപോലെ എന്തെങ്കിലും കടുകയോ ചെയ്യും. ഭഗവാനെ, ഞാൻ എന്താ ചെയ്യുക? പ്രതിസന്ധിയിലായല്ലോ. എന്താണെങ്കിലും അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ പറഞ്ഞ് രാധിക ക്ഷേത്രത്തിലെ കുളക്കടവിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നതിൽ റൂമിൽ നിന്ന് റെഡിയാവുന്ന വരുണിനെയാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക അങ്ങോട്ടേക്ക് വരുക. അല്ല, വരുൺ പുറത്തേക്ക് പോകുവാണോ? അതെ, നമ്മൾ തമ്മിൽ ഈ വക കാര്യങ്ങളൊന്നും ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അന്നേരം പ്രിയങ്ക പറഞ്ഞേ, അത് ശരിയാ, എന്നാലും ഞാനൊന്ന് ചോദിച്ചതേ ഉള്ളൂ. ഇന്ന് രാത്രി ഞാൻ ഇവിടുന്ന് ഇറങ്ങും. ഞാനിവിടുന്ന് പോകാൻ നേരം വരുൺ ഉണ്ടാകുമെന്ന് അറിയാനാണ് ചോദിച്ചത്. ഞാൻ വരാൻ കുറച്ച് ലേറ്റാകും. എന്നാൽ ശരി. പിന്നെ പോകാൻ നേരത്ത് വീട്ടുകാർ ചോദിച്ചാൽ ഞാൻ നടന്നതെല്ലാം പറയും. താൻ ധൈര്യമായിട്ട് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ വരുൺ എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസ തരുമല്ലോ അല്ലേ? തരും. 2-3 ദിവസത്തിനുള്ളിൽ അത് തൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിക്കോളും. അതേക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് സന്തോഷമാണ്. പിന്നെ വരുൺ, ഇനി സിനിമയുടെ മറ്റും കാര്യങ്ങളായിട്ട് ഞാൻ തിരക്കിലായിരിക്കും. എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടാൽ വരുൺ എന്നോട് സംസാരിക്കണം. മടിച്ചു നിൽക്കരുത്. പിന്നെ വരൻ്റെ കൂടെ ആ സ്വപ്ന സുന്ദരി ഉണ്ടാവില്ലേ, ആ കുട്ടിയെ എനിക്ക് പരിചയപ്പെടുത്തി തരണം. അന്നേരം വരുൺ പറയണേ, അവളെ നിനക്ക് മാത്രമല്ല ഈ ലോകം മുഴുവൻ ഞാൻ പരിചയപ്പെടുത്തും. അപ്പം ശരി. അങ്ങനെ വരൺ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന രാധികനെയാണ് കേട്ടോ. ഈ സമയം ജീവിയുടെ കാറ് അതുവഴി വരുന്നുണ്ടാവും.
അങ്ങനെ നടന്നു പോകുന്ന രാധികയെ കാണുന്നതും ജീവ കാറിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. എന്നിട്ട് രാധികയുടെ പിന്നാലെ തന്നെ പോകുവാണ്. അങ്ങനെ പോകുന്ന ജീവിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്